ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആനിമെ കാണുന്ന എല്ലാവരും അല്ലെങ്കിൽ ആനിമെ ഈ ഒരു ഇത് ഇഷ്ടമുള്ള എല്ലാവരും കേൾക്കുന്ന വേർഡ്സ് ആയിരിക്കും വീപ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടാക്കൂസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആനിമെ എലീറ്റിസ്റ്റ്, കാഷ്വൽ വ്യൂവേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്നൊന്ന് നോക്കാം. അതായത് ആനിമെ കൾച്ചറിലേക്ക് വരുമ്പോൾ ഉള്ള കുറച്ച് ടേംസാണ് ഇത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റത്തെ രണ്ട് ഇതാണ് വീപ്സും ഒട്ടാക്കൂസും എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈ ജാപ്പനീസിൽ നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള അവിടുത്തെ കൾച്ചർ, ആനിമെ, മാങ്ക, ഇതിനൊക്കെ ഈ താല്പര്യമുള്ളവരെ വിളിക്കുന്ന പേരാണ് വീപ്സ് എന്നും ഒട്ടാക്കൂസ് എന്നും. ബട്ട് ഈ രണ്ട് ടേമും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ വീപ്സ് എന്ന് പറഞ്ഞ ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് വെസ്റ്റേൺ ഇതിനകത്തേക്ക് ഉള്ളവരെ, ഈ വിബാബു എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ് വീപ്സ് എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ജാപ്പനീസ് ആയതായിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. അതുപോലെ അവിടുത്തെ ലാംഗ്വേജ്, മാങ്ക, ആർട്സ്, ആനിമെ, അപ്പോൾ ഇതുപോലുള്ള ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് ഫെറ്റിസൈസ് ചെയ്യുക, അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ട് രീതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുക, ഇതൊക്കെ രീതിയിലുള്ള ആളുകളാണ് ഈ ഒരു രീതിയിൽ വീപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ആനിമെ, മാങ്ക ഇതിനെക്കുറിച്ച് വലിയ ബേസിക് നോളജ് അല്ലെങ്കിൽ ആ ജാപ്പനീസ് കൾച്ചറിനോടുള്ള വലിയ രീതിയിലുള്ള അറിവുകളോ നോളജോ ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഇതിനോട് ഭയങ്കര ആരാധന ഇതായിരിക്കും. അപ്പോൾ നോർമലി ഇപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് പറയാൻ നോക്കും. ഇപ്പോൾ നമ്മൾ ആനിമയിലുള്ള ടേംസ് ആണെങ്കിൽ തന്നെ അങ്ങനെ കുറേ ടേംസൊക്കെ നമ്മൾ പറയുമല്ലോ ആനിമയിലുള്ള, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്ന രീതിയിലുള്ള കുറേ ആളുകളുണ്ടാവും ഇതിനകത്തുള്ളത്. ബട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാവരും വീപ്സ് ആണെന്നല്ല അങ്ങനെ. പക്ഷേ ഇവർ എക്സ്റ്റെൻസീവായിട്ട് ഇത് എപ്പോഴും എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ നോക്കാറുണ്ട് ഈ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകൾ. അപ്പോൾ ഒട്ടാക്കു എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ആ ഒരു അത് ഇതിൽ നിന്ന് എങ്ങനെ മാറ്റം വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ ജാപ്പനീസ് ആനിമെ അല്ലെങ്കിൽ ജാപ്പനീസ് കൾച്ചർ, മാങ്ക, ഇതിനൊക്കെ നോളജ് ഉണ്ടാവും. അത് ആരാണ് എഴുതിയത്, അതിൻ്റെ ക്രിയേറ്റേഴ്സാണ് ആരാണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല എക്സസീവ് നോളജ് ഉണ്ടാകുന്ന ആളുകളായിരിക്കും ഈ ഒട്ടാക്കൂസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് മറ്റേ മെർസൻഡൈസുകളില്ലേ, ഈ ആനിമെ ഫിഗേഴ്സ്, ഇതെല്ലാം കളക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. ആനിമെ ഇതായിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല വരുത്തുള്ള ആളുകളായിരിക്കും ഈ ഒട്ടാക്കു എന്ന് പറയുന്നത്. ബട്ട് ജാപ്പനീസിൽ ഇത് ഒരുപക്ഷെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കുന്നവരുണ്ട്. അതായത് ഒട്ടാക്കൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ ഓൾമോസ്റ്റ് ഫുൾ ടൈമും ഈ ആനിമെ, മാങ്ക ഇത് മാത്രമായിട്ട് ആ ഒരു വേൾഡ്, ഒരു ഫിക്ഷണൽ വേൾഡിലേക്ക് മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകളെയാണ് ഓൾമോസ്റ്റ് ഈ ഒട്ടാക്കൂസ് എന്ന് വിളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ വീപ്സും ഒട്ടാക്കും എന്ന് പറയുന്നതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നതാണ് എലീറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഈ എലീറ്റിസ്റ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒട്ടാക്കു വീബ് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വേറെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സംഭവമാണ്. അതായത് ഇപ്പോൾ ആനിമെ കാണുന്ന ആളുകളുണ്ട്. നമ്മൾ രണ്ട് തരത്തിലുള്ള ആനിമെ കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള ആനിമേസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതിൽ തന്നെ ആനിമെ ജേണേഴ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ എന്ത് ജേണറാണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിൽ തന്നെ സെനിൻ ആനിമേസ് ഉണ്ട്, ഷോണൻ ആനിമേസ് ഉണ്ട്, അങ്ങനെ കൊടമുക്കി ആനിമേസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആനിമേസ് ജേണേഴ്സും വരുന്നതുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ എലിറ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന രീതിയിലുള്ള ആനിമെ, ഇന്ന രീതിയിലുള്ള ആർട്ട് സ്റ്റൈല്, അതുപോലെ തന്നെ ഇന്ന രീതിയിലുള്ള സ്റ്റോറി എന്നൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആയിരിക്കും അവരുടെ മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ ആനിമെ ആയിരിക്കും അവർക്ക് എപ്പോഴും ഏറ്റവും വലുത്. ആ ആനിമെ ആയിരിക്കും ബെസ്റ്റ്. ആ രീതിയിലുള്ള ആനിമേസ് ആയിരിക്കും എപ്പോഴും അടിപൊളി. ബാക്കിയുള്ള നമ്മൾ കാണുന്നത് ഇപ്പോൾ ഷോണൻ ആനിമേസ് അല്ലെങ്കിൽ ചെറിയ ആനിമേസൊക്കെ കാണുന്നവരെ ഇവർക്ക് ഒരു പക്ഷേ അയ്യോ ഇത് നിങ്ങളെന്താണ് ഇങ്ങനെ കാണുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാൻ നോക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഈ എലീറ്റിസ്റ്റ് എന്ന് പറയുന്നതിനകത്തേക്ക് വരുന്നത്. ബട്ട് എല്ലാ എലീറ്റിസ്റ്റുകളും അങ്ങനെയല്ല, നല്ല ഇതിലുള്ളവരുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങളൊരു ഡബ്ബ് കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് പറയുന്നവരുണ്ട്, അയ്യോ നിങ്ങൾ ഡബ്ബാണ് കാണുന്നത്, എന്തിന് ഡബ്ബ് കാണുന്നത്, ഇത് കൊള്ളാത്തതല്ലേ എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു വിധത്തിൽ എലീറ്റിസ്റ്റിനകത്ത് പെടുന്നവരാണ്. അതായത് ആനിമേനെ കുറിച്ച് നല്ല നോളജും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് അവർക്ക് വേണ്ട ആനിമേസ് മാത്രമാണ് അടിപൊളി. അവർ കാണുന്ന ആനിമേസാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്, ടോപ്പ് ടയറായിട്ട് നിൽക്കുന്നത്. ബാക്കി ഈ സാധാരണ നോർമൽ ആനിമേസ് കാണുന്നതെല്ലാം വെറുതെയാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവർ. അപ്പോൾ ഡബ് സബിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. സോ ഇപ്പോൾ നറൂട്ടോ എടുക്കുകയാണെങ്കിൽ, നറൂട്ടോയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഡബ് സബും ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നറൂട്ടോയുടെ ഡബ് സബും ഒന്നിനൊന്ന് മെച്ചമാണ്. കാരണം ചില സീക്വൻസ് ഒന്ന് കഴിയുമ്പോൾ നറൂട്ടോയിലെ സബ് ഒരു രക്ഷയല്ല. അതുപോലെ തന്നെ മാദറയുടെ പീക്ക് വോയിസ് കേൾക്കണമെങ്കിൽ ഇപ്പോൾ ഐ ആം ദ ഗോസ്റ്റ് ഓഫ് ദ ഉച്ചിഹ, അതുപോലെ തന്നെ വേക്കപ്പ് ടു റിയാലിറ്റി, ഈ വക ഇത്രയും ഇതായിട്ടുള്ള സ്പീച്ചൊക്കെ കേൾക്കണമെങ്കിൽ, അത്രയും ഗൂസ് ബംസ് വരുന്ന സ്പീച്ചും ആ ഒരു ഡയലോഗ് ഡെലിവറിയും ഒക്കെ കേൾക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ് മാറ്റി ഡബ് തന്നെ കാണേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് ആനിമേസ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ നിങ്ങൾ ബ്ലാക്ക് ക്ലോവർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആസ്ത ഭയങ്കര രീതിയിൽ അനോയിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്.
അപ്പോൾ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് സബിൽ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര അനോയിങ് ആണ്. ആ സമയത്ത് അവിടെ കേൾക്കുന്ന യാമി സുക്ക ഹീറോ എന്ന് പറഞ്ഞ നമ്മുടെ യാമിയുടെ വോയിസ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്ന വോയിസാണ്. അതായത് ഡബിലേക്ക് വന്നു കഴിയുമ്പോൾ അത് പോരാ, ബട്ട് സബിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന വോയിസാണ്. അപ്പോൾ പലർക്കും പല രീതിയിലാണ് ആനിമെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞതിനും താഴ്ത്തി കെട്ടണമെന്നില്ല. അതായത് ഷോണൻ ആനിമേസും സെനിൻ ആനിമേസും തമ്മിൽ നല്ല രീതിയിൽ കമ്പാരിസൺ ചെയ്യും. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമുള്ളൊരു ജണറാണ് ഷോണൻ ആനിമേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജണർ തന്നെയാണ് സെനിൻ ആനിമേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ തള്ളി പറയരുത്. കാരണം ഇതിൽ രണ്ടിലും അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ബട്ട് എലിറ്റിസ്റ്റിലേക്ക് നോക്കുമ്പോൾ അത് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ സെനിൻ തന്നെയായിരിക്കും ഇതിനെ സംബന്ധിച്ച്. പക്ഷേ ഒരിക്കലും ഈ ഒരു നല്ല ഇപ്പം ന്യൂജൻ ആനിമെ നല്ലതാണെന്ന് പറയാൻ അവർ സമ്മതിക്കില്ല. ആ ഒരു രീതിയിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവരൊക്കെയാണ് ഈ എലിറ്റിസ്റ്റിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ആനിമെ കാഷ്വൽസ് എന്ന് പറയുന്നത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വലായിട്ട് ആനിമെ കാണുക. ആനിമെ കാണുന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഇത് എന്താ പറയുക തല പൊഞ്ഞ് ആലോചിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡീപ്പ് മീനിങ്ങോ ഇതൊന്നും നോക്കാൻ പോവാതെ നോർമലി ആനിമെ കാണുക, എൻജോയ് ചെയ്യുക, അവരവരുടെ ഇതിന് പോവുക. എന്നാലും ആനിമയെക്കുറിച്ച് അത്യാവശ്യം നോളജും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ചർച്ചാ വിഷയങ്ങൾ അതിനെക്കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ആളുകളാണ് ഈ കാഷ്വൽ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര ടൈപ്പിലുള്ള ആളുകളാണ് നമ്മുടെ ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ എലിറ്റിസ്റ്റ് ഉണ്ട്, വീപ്സ്, ഒറ്റാക്സ്, അത് ഇങ്ങനെ കാഷ്വലായിട്ടുണ്ട്. പിന്നെയും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ ഇതൊക്കെ ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇത് എന്താണെന്ന് പറഞ്ഞത്.